ഇത് റിലീസ് ചെയ്യുന്ന ഡേയ്സ്, അതായത് നാളെ തന്നെ മെയ് 1 റിലീസ് ചെയ്യുന്നു. അത് തൊഴിലാളി ദിനം. ഇത് കറക്റ്റ് എന്തോ എല്ലാ സ്പെസിഫൈ പോയിന്റ് ചെയ്യപ്പെടുന്ന പോലെ ഒരു തോന്നൽ. അല്ല, അതാണ് തൊഴിലാളി ദിനത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാത്ത രണ്ടുപേരുടെ കഥയാണ് അത്. കാര്യം വളരെ ഡീപ് റൂട്ടഡായ സാധാരണക്കാരൻ റോ ആയിട്ടുള്ളൊരു മലയാളി, അവനിങ്ങനെ ലുങ്കി മുണ്ടൊക്കെ ഉടുത്ത് സൈക്കിളിൽ നടക്കുന്നവൻ, പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ. അപ്പം അത് ലിസ്റ്റിനായാലും അന്ന് പറഞ്ഞു മെയ് 1 നമുക്കൊന്ന് ടാർഗറ്റ്, ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റായി. ശരി, അതായത് സിനിമയിൽ അത് തന്നെയാണല്ലോ, ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയല്ലേ. അപ്പം അത് മെയ് 1 അതാണ് ഇന്ന് പ്രസ് മീറ്റ് വെച്ചതിൻ്റെ മെയിൻ ഇതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ, റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ മൊമെന്റ്. ജസ്റ്റ് ഒരു കാര്യം, അതിൽ ഈ സിനിമ 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. 2 hours 40 minutes നമ്മളെ സംബന്ധിച്ചറിയാൻ ഒരു ലെങ്തി സിനിമ തന്നെയാണ്. ഞങ്ങളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഈ സിനിമയിൽ ഞങ്ങൾ മായം കലർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിൽ മായം കലർത്തി, ഇത് പൊല്യൂട്ട് ചെയ്ത്, ഇത് കുറച്ചുകൂടെ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ജെനുവിൻലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലെങ്ത്തിൽ ഞങ്ങൾ ഈ സിനിമ ഇറക്കുകയാണ്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാളി ഓഡിയൻസ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സിനിമകൾ കാണാൻ വില്ലിങ്ങാണ്. അപ്പം അവർ വില്ലിങ് ആയിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങളിനി സിനിമയെ മായം കലർത്തുന്നോ പൊല്യൂട്ട് ചെയ്യാനോ കാണില്ല. അത് ഈ വർഷത്തെ ഈ ട്രാക്ക് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിട്ട് ഇതിന് പൊല്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജെനുവിനായിട്ട് തന്നെ 100% കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ. ലിസിൻ ചേട്ടാ, ഇപ്പോഴത്തെ മലയാള സിനിമകളിലൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നു 100 ദിവസം 150 ദിവസം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ 100 കോടി 200 കോടി അങ്ങനത്തെ ഒരു ഇതാണ്. ആസ് എ പ്രൊഡ്യൂസർ എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് അത്രയും കൂടിയൊന്നും വേണ്ട. ഇപ്പം നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മുകളിലാണ്. ഒരു 90% സിനിമകൾ, അല്ലെങ്കിൽ 95% സിനിമകൾ. മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിലും ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിയൻസെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ സ്പെൻഡിങ് മോഡിലാണ്, ചെലവഴിക്കാന്നുള്ളത്. അപ്പം ഇവൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് അകത്ത് AC-യിലാണെങ്കിലും വന്നിരുന്നോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിച്ച് സിനിമ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു 10 മിനിറ്റ് കൂട്ടിയില്ല, 2:30 തീർക്കാവുന്നതാണ്. ഇപ്പോൾ നിതിൻ മോളി കലക്കി, നിവിൻ പോളി ഇത് അടിച്ചു വിളിക്കുമോ? ഇതിൽ ആൽപ്പറമ്പിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആണ് വിശ്വാസം. നിവിൻ പോളി ഇത് ഗോപിയാണ്. ഡിജോ ചേട്ടനാണ്. ഡിജോ ചേട്ടൻ്റെ ഇപ്പോൾ സിനിമകൾ ഡിജോ ചേട്ടൻ്റെ ക്യൂവിനാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാളി സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. അപ്പം നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി. അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫിലിമിൻ്റെ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലത്തെയാണോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അതന്നെ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ അയാൾ നമുക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ
അയാളൊരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷൻ, അങ്ങനത്തെ ഒന്നും ഒരു പർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശവും. ആ എൻ്റർടൈൻമെൻറ്റിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപി, മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അത് കൂടാതെ അല്പം കാര്യവുമുള്ള സിനിമ. അതല്ലാതെ ഈ ടൂ മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട്, അതാണ് നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ. ഈ ചുരുങ്ങിയ കാലത്ത് അനുശ്വര ഒരുപാട് സീനിയർ ആക്ടേഴ്സിലൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ല മുതുക്ക എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിവിനായിട്ടൊരു ഇക്വേഷൻ എങ്ങനെയാണ്, നിവിനായിട്ട് ഈ ടീമിൽ വർക്കിംഗ് ഉള്ള എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് നിവിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റാവും, അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു ഒരു പൂവാനൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഡിജോ ബ്രോ ഇവിടെ ഇങ്ങോട്ട് വന്നു. 2 ചോദ്യം ചോദിക്കേ. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഇപ്പൊ ഈ 3 സിനിമകളും ഷാരിസ് ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ, അതോ ഷാരിസ് ബ്രോയുള്ള കോൺഫിഡൻസിന് കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നവർ പറയും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല നിവിൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൻ. കാര്യം ശരിയാണ്, ലിസ്റ്റിൻ പറഞ്ഞ ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോൾ നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സൗഹൃദമല്ല ഈ പറഞ്ഞ പോലെ എന്താ ഷാരിസുമായിട്ടുള്ള സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യേണ്ട കാര്യം. അവൻ എൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവനെ തന്നെ അറിയാം ചിലത് നിനക്ക് വർക്കായില്ലെങ്കിൽ എന്ന് അവനും എന്നോട് പറയും. കാര്യം ഞങ്ങൾ നമ്മൾ ബന്ധം അതാണ്. അങ്ങനെ വർക്കാവാത്തതാണോ വേറെ ചെയ്തത്? ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോ നമ്മൾ ക്യൂഎല്ല് ഒരു പ്രൊഫസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മൂവി ജനഗണമനയിൽ പ്രൊഫസർ. അപ്പൊ അതിലിപ്പോ കള്ളന് കൊള്ളക്കാരന് പോകുമ്പോഴൊക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തിരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്. അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നു ഞാനത് എക്സ്പ്ലോർ ചെയ്യാന്ന് ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തെ ഒന്നുമില്ല. ശരി, ഇല്ല ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രോമോ ചെയ്തത് ഞാൻ ഡയറക്ടറായിട്ടല്ല, സിമ്പിൾ. വേറെ ഷാരിസ് ഇവിടെ ലെഫ്റ്റ്. ഈ ഒരു കലാകാരന്റെ സൃഷ്ടിയിൽ അയാളുടെ പൊളിറ്റിക്സ് പറയാറുണ്ട്, രാഷ്ട്രീയം അഡ്രസ് ചെയ്യാറുണ്ട്. ഇപ്പം ജനഗണമന നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷാരിസിന്റെ എഴുത്തുകളിൽ രാഷ്ട്രീയം വന്നിട്ടുണ്ട്. പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുകയും തിയേറ്ററിൽ ഐഡിയ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളി ഫിലിം ഇന്ത്യയുടെ ഈ ടൈറ്റിൽ ഡിസൈൻ നോക്കിയാലും അതിൻ്റെ ഒരു ഫ്ലാഗിന്റെ ഒരു കളർ ടോൺ ഒക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഷാരിസ് ഇതിലും രാഷ്ട്രീയം അഡ്രസ് ചെയ്യുന്ന, നമ്മൾ പറയാൻ അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചയാകുന്ന രാഷ്ട്രീയം ഈ സിനിമയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സാധാരണ മലയാളിയുടെ, ഡിജോ പറഞ്ഞ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും. അവൻ്റെ പ്രണയമുണ്ട്, അവൻ്റെ കുടുംബമുണ്ട്, അവൻ്റെ സുഹൃത്തുണ്ട്, നാടുണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവൻ്റെ പ്രതിസന്ധിയുണ്ട്, അവൻ്റെ തരണം ചെയ്യലുണ്ട്, സർവൈവലുണ്ട്. അതൊക്കെ ചേർത്താണ് ഈ പറയുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മലയാളി നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് പറയാമല്ലോ. നമ്മൾ മലയാളി പത്രം വായിക്കുന്നവരാണ്, മലയാളി വനിതയും വായിക്കുന്നവരാണ്, അവൻ കളിക്കുടുക്കയും വായിക്കുന്നവനാണ്, അവൻ മുത്തുച്ചിപ്പിയും വായിക്കുന്നവനാണ്. അപ്പൊ മലയാളിയെ ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കാത്ത ഒരുത്തനാണ് മലയാളി. അപ്പൊ അവന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മലയാളികളെ ഇതാണ് മലയാളി എന്ന് പറഞ്ഞെടുത്ത് വെക്കാൻ പറ്റുന്ന സിനിമയാണ്, മലയാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണ്.
അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ട്രൈബ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയായിരിക്കും. ഒരിക്കലും ഞാൻ ഒരു ഭാഷയോ ഒരു സംസ്കാരത്തെയോ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യം. നമ്മളുടെ ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ഇതെന്താണ്, ആ രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര മലയാളത്തുള്ളൊരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അതിൽ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അവനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമ. പിന്നെ എനിക്കും ഡിജോക്ക് ഡിസ്കസ് ചെയ്യുന്ന ഞങ്ങൾക്ക് പെട്ടെന്ന് നിവിൻ ബ്രോന്റെ ഫേസ് വന്നു. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ള വടക്കൻ സെൽഫി ഉമേഷ്, ഞങ്ങളുടെ ജനറേഷനായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണ് നിവിൻ ബ്രോന്റെ. അപ്പൊ അതുകൊണ്ട് നിവിൻ ബ്രോയിൽ വന്നു. ഇതിനുത്തരം ബേസിക്കലി ഒരു മലയാളിയുടെ ലൈഫിലുള്ള എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ എന്നോട് ആഡ് ചെയ്യുന്നു. ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്ന് ഞാൻ പേഴ്സണലി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ ജനഗണമനെ കുറിച്ച് ഞങ്ങളത് പറയില്ല, കണക്റ്റ് ആവണേ എന്നൊക്കെ. കണക്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് അങ്ങനെ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് കണക്റ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥന സിനിമ. അതല്ലാതെ ഈ സിനിമ കണ്ട് പ്രബുദ്ധരാവാം, ഒരു സിനിമയും കണ്ട് പ്രബുദ്ധരാവാം, അതില്ല. കണക്റ്റ് ആയാൽ ഓക്കെ, വി ആർ റെഡി. നമുക്കറിയാം നിവിനും ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ധ്യാനുണ്ട്. അപ്പോൾ മലയാളികൾക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ മുട്ട ഷർട്ട് റൈബൻ ഗ്ലാസ് നമ്മുടെ കൂട്ടുകെട്ട്. അപ്പോൾ അതുപോലെ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പോൾ ഇവരുടെ കോംബോ ആദ്യമായിട്ടാണ്. അല്ല എല്ലാം നീ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമ്മൾ കടമെടുക്കാൻ പോകുന്ന ഓരോ വാക്ക് അത് നിനക്ക് കണക്റ്റ് ആയിട്ടുള്ള കൂട്ടുകെട്ട്, സൗഹൃദം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം അഹങ്കാരം, ഇതെല്ലാം നമ്മളുടെ വികാരമല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാ രീതിയിലും കണക്റ്റ് ആണ്. സൗഹൃദം മാത്രമല്ല, എല്ലാമാണ്. ചെറിയ വികൃതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകുതി പ്രായം പെണ്ണിൻ്റെ പുറകെ നടക്കില്ല. അതാണ് ഞാൻ പറയാം. എല്ലാം അടങ്ങുന്ന കുറേ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അയാളും അയാളുടെ സുഹൃത്തായ മൽഘോഷ്. ഹലോ, സുഷിൻ ശ്യാമെല്ലാം ഇത്രയും പോപ്പുലർ ആയി നിൽക്കുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയെ കൊണ്ടുവരാനുള്ള കാരണം? അത് ബേസിക്കലി ജെയ്ക്സ് ബിജോയെ കൊണ്ടുവന്നൊന്നുമല്ല. അദ്ദേഹം ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ജെയ്ക്സ് ആയിരുന്നു. അപ്പം എൻ്റെ ആ സമയം മുതൽ ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹിച്ച് നടന്നതാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. അങ്ങനെയാണ് ഞാനൊരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാവ് കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്താണ് വിനീതേട്ടൻ പാടിപ്പിക്കുക വെച്ചത്. അപ്പോൾ ജെയ്ക്സിലൂടെ ഞാൻ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയി. അപ്പോൾ അതിനുശേഷം ജെയ്ക്സ് തന്നെയാണ് ക്വീൻ ചെയ്തത് ജനഗണമനയും ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളി ഫാമിലി. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ അതൊരു സൗഹൃദമാണ്. ഞങ്ങളൊരു ആസ് എ ടീം വർക്ക് ആവുന്നത്, എല്ലാ രീതിയിലും കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സുഷിനെ എനിക്ക് ഭയങ്കര, നമ്മളെല്ലാം ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു സുഷിൻ്റെ വർക്ക്, ഇപ്പോൾ മഞ്ഞുമേലിലൊക്കെ. അപ്പോൾ ജെയ്ക്സും ഭയങ്കര ഇൻസ്പയർഡ്. ഞങ്ങൾ തമ്മിൽ ആ പാട്ടുകൾ കേൾക്കുകയും അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ അത് തന്നെയാണ്. പക്ഷെ ആസ് എ സിനിമ വരുമ്പോൾ ഞാൻ ജെയ്ക്സും കുറച്ചും കൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്യുന്നത്. ചേട്ടാ അവസാനം ചോദിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ, ഒരുപാട് സർപ്രൈസുകളുമായിട്ട് ഇനിയും നാളെ സിനിമ റിലീസ് ആകാൻ പോവാണ്. അപ്പം എന്താ ചേട്ടൻ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഷാനിസും എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്റ്റ് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ഡിജോ പറഞ്ഞത്. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല. വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നേരത്തെ ഡയറക്ടർ പറഞ്ഞല്ലോ, തിയേറ്ററിൽ ഇറങ്ങാതെ തലകുനിച്ച് ഒരു മലയാളിക്കും ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് നിയമം കൊടുക്കണം. മലയാളിയല്ലേ? പൊളിയുടെ പെർസ്പെക്റ്റീവ് അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലോ ഞാൻ സിനിമ കാണാൻ. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു. രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ലിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നടിയെന്ന നിലയിൽ അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഉത്തരവാദിത്തമല്ലേ അൻസിലേക്ക് വരുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനായിട്ട്? തീർച്ചയായിട്ടും അതെ. ശരി, മഞ്ജേഷ് പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായികയൊന്നും
ആ പാട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ല, ഒരു സിനിമ പൊട്ടിപ്പോകുന്നതേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന, അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം ബട്ട് നല്ല സിനിമയുടെ ഭാഗമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിൻ്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണ്. സോ അങ്ങനെ നല്ല ടീമിൻ്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു. നടികരുമായിട്ട് ക്ലാസ് ഫീൽസ് ആണല്ലോ, അപ്പൊ നിവിൻ എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, നടികരായിട്ട് ക്ലാസ് ഫീൽസ് അല്ലല്ലോ, അത് 3-ാം തീയതി അല്ലേ, 1-ാം തീയതി. അത് തന്നെ ആദ്യം വെച്ചത്. നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുള്ളല്ലേ കറക്റ്റ് ക്ലാഷ് വരുത്തുള്ളൂ. അല്ല, എല്ലാ സിനിമയും വിജയിക്കട്ടെ. ഇപ്പോൾ നടികരും അവർ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയാണ്. വലിയ വലിയ വിജയങ്ങൾ നടികറിനുണ്ടാവട്ടെ, നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ. 2 പടവും മല്ലി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. അവരുടെ എല്ലാ സിനിമയും വിജയിക്കും. ടൊവിനോട് അടുത്ത സിനിമ ഞാനാണ് നിർമ്മിക്കുന്നത്, എൻ്റെ ആക്ടർ ഇറങ്ങുന്നത്. അപ്പം ഉറപ്പായിട്ട് അതും വിജയിക്കണോ? എല്ലാ സിനിമകളും വിജയിക്കണം, എല്ലാ സിനിമകളും നന്നായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ടൊവിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ വാശിയാണ്. ഇപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലു ഇറങ്ങി, ദിനേഷ് പിന്നടത്ത് ഇറങ്ങി, പ്രമേയം ഇറങ്ങി, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി. എല്ലാ പടവും ഹിറ്റാണ്. ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട്. 100-800ഓളം തിയേറ്ററുകളുണ്ട്, സ്ക്രീനുകളുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് 100-200 സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോഴേ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിവേ, ഈ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം. ഡിജോ പറഞ്ഞതുപോലെ ഒന്നുമില്ല, ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന, ഇപ്പോൾ എൻ്റെ പാൻഡ്രായ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും. ആകെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ദിവസം 60 ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് 130 ഈ 2 ദിവസം കൊണ്ടിട്ടാണ് ഷൂട്ട് തീർത്തത് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്. അവന് ടീസറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാണെന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തതെന്ന്. ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കൊണ്ട്. അപ്പൊ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഡയറക്ടറാണ് ഇത്. അതുകൊണ്ടിട്ട് സൂക്ഷിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം നിന്നവരാണ്. പ്രൊഡ്യൂസർ ആയാലും, ഹീറോ ആണെങ്കിലും, റൈറ്റർ ആണെങ്കിലും, ക്യാമറമാൻ ആണെങ്കിലും, ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റിലീസിനൊന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തു. നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലും. അപ്പോൾ ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ച പ്രസ് മീറ്റിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ മലയാളി ഫ്രം ഇന്ത്യ ആണ്. അപ്പോൾ എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി